അച്ഛന് ദക്ഷിണാഫ്രിക്കയിൽ ഏകദേശം 10 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അച്ഛൻ ചെന്നിട്ട് എങ്ങനെയാണ് അവിടെ ഭാഷയൊക്കെ പഠിച്ച് എങ്ങനെയാണ് അവിടെ നമുക്ക് പള്ളികളിൽ സേവനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് എത്തിയെന്ന് അച്ഛനൊന്ന് വിവരിച്ച് പറയാം. ഞങ്ങൾ വാസ്തവം പറഞ്ഞാൽ 1990 ഒരു മെയ് മാസം 26 അവിടെ ചെല്ലുന്നത്. ഓക്കെ. ആ ചെല്ലുന്നത് തന്നെ ഞങ്ങൾ അന്ന് പീപ്പിൾ ടു പീപ്പിൾ സാങ്ഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങളുടെ ജേർണി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നാൽ ട്രാൻസിറ്റ് ചെയ്യുക അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ജോഹനാസ്ബർഗിലെത്തി അവിടെ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്ത് അവിടുന്ന് അടുത്ത രാജ്യത്തിലേക്ക് പറന്നു പ്ലെയിന്. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ ബിഷപ്പ് വന്ന് സ്വീകരിക്കായത്. ശരി. അപ്പൊ ഈ ദക്ഷിണാഫ്രിക്കയിൽ ഈ അപ്പാർത്തൈഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പറ്റിയത്. അതെ, അപ്പാർത്തൈഡ് കൊണ്ട് ഞങ്ങളുടെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ദിസ് പാസ്പോർട്ട് ഈസ് വാലിഡ് ഫോർ ഓൾ കൺട്രീസ് എക്സെപ്റ്റ് സൗത്ത് ആഫ്രിക്ക എന്ന് എഴുതിയിരിക്കുന്ന പാസ്പോർട്ട് കൊണ്ട് ഞങ്ങൾ പോകുന്നത്. ശരി. ഇന്ത്യൻ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നതാണ്. അതായത് അന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ നമുക്ക് അനുവാദം, അവിടെ പോയി ഒരു ജേർണി ടെർമിനേറ്റ് ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല. അവിടുന്ന് ട്രാൻസിറ്റ് ചെയ്ത് പോകാം അടുത്ത രാജ്യത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ബൊട്സ്വാനായി പോയി ഇറങ്ങി. അവിടുന്ന് ജോഹന്നാസ്ബർഗ് ചെന്നിട്ട് അവിടുന്ന് വീണ്ടും ബൊട്സ്വാനായ്ക്ക് പറന്ന് ചെറിയൊരു ഫ്ലൈറ്റ് അവിടെ ചെന്ന് രാജ്യമാണ്. ശരി. ശരിക്കും ഈ മിഷണറി പ്രവർത്തനത്തിന് പോകുന്ന പാലാരൂപതയെന്നാണ് അല്ലേ? അതെ. പാലാരൂപത. ഞങ്ങൾ പോകുന്ന ഡയസിസ് ഓഫ് കിംബർലിക്കാണ് പോകുന്നത്. അതെ. അപ്പൊ അവിടുത്തെ ബിഷപ്പ് നമ്മുടെ പാലാ ബിഷപ്പിന് എഴുതി. അങ്ങനെ ബിഷപ്പ് തമ്മിലുള്ള ഒരു ബന്ധവും ഇവിടുന്നുള്ള മലയാളികളിവിടെ ഉണ്ടായിരുന്നു അവിടെ പള്ളിക്കാപ്രഭുവിന്റെ സമയത്ത്. അതെ. അപ്പൊ ഇവിടുന്നുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ ഈ പള്ളിയിൽ പോകുമ്പോ അവിടുന്ന് അച്ഛന്മാര് പറയും, മെത്രാൻ പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛന്മാരില്ല, വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ അവിടുന്ന് ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ പാലായിൽ ഇഷ്ടം പോലെ അച്ഛന്മാരുണ്ട്, അവിടുത്തെ പിതാവിന് എഴുതിയാൽ മതി. അവർ അഡ്രസ്സ് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് നേരിട്ട് എഴുതി അവിടുത്തെ പിതാവ്. ഞങ്ങളുടെ അഡ്രസ്സും കൊടുത്താറുണ്ട്. ശരി. അങ്ങനെ ഞങ്ങൾക്ക് എഴുതി, പിതാവിനും എഴുതി. അന്നത്തെ ബിഷപ്പ് അവിടെ ദക്ഷിണാഫ്രിക്കൻ തന്നെയാണോ അതോ ദക്ഷിണാഫ്രിക്കയിലെ ബിഷപ്പാണ്, ബട്ട് ഹീസ് ദ ജർമ്മൻ ആണ്. അത് ശരി. അപ്പം ബിഷപ്പ് ഹെക്ട അദ്ദേഹത്തിന്റെ പേര്. ശരി. അവിടെ ചെന്നിട്ട് പിന്നെ നമ്മള് അവിടെ എന്താ ചെയ്ത ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ ജോഹന്നാസ്ബർഗിൽ ഞങ്ങള് അടുത്തൊരു രാജ്യമുണ്ട് ബൊട്സ്വാനയ്ക്ക് നമുക്ക് പോയി ഇറങ്ങാൻ കുഴപ്പമില്ല. അപ്പൊ അവിടുത്തെ ചെന്നിട്ട് അവിടുത്തെ ബിഷപ്പിന്റെ ലെറ്റർ വാങ്ങിച്ച്, മനസ്സിലായല്ലേ, ആ ബിഷപ്പിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിച്ച് ഞങ്ങള് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അവിടുന്ന് ഞങ്ങള് ഈ ബിഷപ്പിന്റെ സ്വാധീനത്തില് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് കാർ മാർഗം വരികയായത്. ശരി. കാറെ കയറ്റി ഞങ്ങളെ അവിടെ വരെ. അപ്പൊ അവിടെ എത്ര കിലോമീറ്റർ ദൂരം യാത്രയുണ്ട്? അതൊരു 10,000 കിലോമീറ്റർ. അത് നല്ല വഴികളായോണ്ട് 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് ഉറപ്പായിട്ടും വരും. 120 കിലോമീറ്റർ ഒക്കെ സ്പീഡിലായിരിക്കും ഞങ്ങള്. അതെ, ഇപ്പൊ ഞങ്ങളുടെ ജോലി ചെയ്തോണ്ട് അത്രയും ദൂരം ഉണ്ട്. 1000-800 കിലോമീറ്റർ ഉണ്ടെന്ന്. ആർക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ചു വരും. അത് നല്ല വഴികളും കാര്യങ്ങളായണ്ട. ഞങ്ങളെ വന്നു കൊണ്ടുവന്ന ബിഷപ്പിന്റെ കൂട്ടത്തിൽ വേറെ അച്ഛനുണ്ടായിരുന്നു. ആ ബിഷപ്പും. അപ്പൊ അച്ഛന്റെ കൂട്ടത്തിൽ വേറെ ആരാ ഉണ്ടായിരുന്നു? ഇവിടെ എന്റെ കൂട്ടത്തിൽ ജേക്കപ്പച്ചൻ ഉണ്ടായിരുന്നു. ജേക്കപ്പച്ചൻ ഞങ്ങളുടെ പോകുന്നത്. ശരി. അത് കഴിഞ്ഞ് ജേക്കപ്പച്ചന്റെ വീട്ടുകാര് കളരിപ്പറമ്പില്. കളരിപ്പറമ്പിൽ വെച്ചാ. ഞങ്ങള് മഫിക്കിങ്ങിൽ വന്ന് താമസിച്ചു. പിറ്റേ ദിവസം 26-ാം തീയതി ഞങ്ങൾ മഫിക്കിങ് വന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ വന്നു. അന്ന് രാത്രി തന്നെ അവിടുത്തെ ഭാഷയിലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു. ശരി. ആ സ്കൂളിൽ അവിടെ ക്ലാസ് വരുന്ന ആരാ? ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന സാറുണ്ടായിരുന്നു. ആ സാറ് അവിടുത്തെ ടീച്ചറാ. ആ ടീച്ചറിനോട് പിതാവ് പറഞ്ഞു ഇവരെ ഇവിടുത്തെ ഭാഷ എന്ന് പഠിപ്പിക്കണം. അപ്പം ഒരു പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകവും ഗ്രാമർ ബുക്കും ഈ ദക്ഷിണാഫ്രിക്കൻ ലിപി ഈ പറയുന്ന. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ഭാഷയല്ല പഠിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഭാഷയാണ്, എങ്കിലും അത് കർമ്മന്റെ ഭാഷയാണ് പഠിച്ചത്. സെച്വാന വർഗത്തിനിടയ്ക്കാണ് ഞങ്ങൾ ജോലി ചെയ്തോണ്ടിരുന്നത്. ശരി. അത് അവിടുത്തെ പഴയ ട്രൈബ്. അവിടുത്തെ ഒരു ട്രൈബാ. ആ ട്രൈബിന്റെ ഭാഷയാണ് സെച്വാന.
അപ്പം ബൊപ്പുത്ത ച്വാന എന്ന ഒരു ഹോം ലാൻഡ്. ഈ ലിപിയൊക്കെ നമ്മുടെ ഇതില് പല ലാംഗ്വേജുകൾ ഏതിനോട് സാദൃശ്യം ഉണ്ടാകുന്നു? ഇംഗ്ലീഷ് ലിപികളിൽ തന്നെ. ഇംഗ്ലീഷ് ലിപികൾ തന്നെയാ. ഒരു ശക്കലം വ്യത്യാസം ചിലതിന് മാത്രം ഉച്ചാരണത്തിലേ ഉള്ളൂ. ഓ ശരിയാ. എന്നാൽ ഇംഗ്ലീഷാ തന്നെ. ഓ ശരിയാ. അപ്പൊ ആ ഇംഗ്ലീഷ് ലിപികളാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വായിക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റും. ശരിയാ. അപ്പം ഈ സായിപ്പ് തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്രാമർ ബുക്കും ഒക്കെയാണ്. ഓ അവര് ഇംഗ്ലീഷ് സെച്ചുവാന. ഓ ശരിയാ. അപ്പൊ അത് വെച്ച് ഞങ്ങള് അന്ന് രാത്രി തന്നെ ക്ലാസ് തുടങ്ങി. ഓ ശരി. ഗ്രീറ്റ് ചെയ്യാന്. ഡുമല റാ, ഡുമല മാ, ഡുമല ബൊബ്, ഡുമല ബോറേ. സിംഗിളും പ്ലൂറലും ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്കിത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര തമാശയായിരുന്നു.